അലൻ ജോസഫിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. മൃതദേഹം മുണ്ടൂർ കയറംകോടുള്ള വീട്ടിലെത്തിച്ചു. മൈലംപുള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. വിപിൻ സി വിജയൻ മുണ്ടൂരിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിപിൻ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? വികാരനിർഭരമായ ഒരു യാത്രയപ്പായിരിക്കുമല്ലോ അത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാടാണ് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അലൻ ജോസഫ് എന്ന കൊല്ലപ്പെട്ടത്. സംസ്കാരം അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. മുണ്ടൂർ കയറംകോടുള്ള വീട്ടിൽ മൃതദേഹം എത്തിച്ചു. സംസ്കാരം ഇപ്പോൾ നടക്കും. മൈലംപുള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ഇപ്പോഴവിടെ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ഹൃദയഭേദകമായിരുന്നു അത്. ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് അവിശ്വസനീയമായ ഒരു മരണവാർത്തയായിട്ടാണ് ഇത് വന്നത്. മൃതദേഹം മുണ്ടൂർ കയറംകോടുള്ള വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈലംപുള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. മുണ്ടൂർ മേഖലയിൽ ഇപ്പോഴും കാട്ടാന ഭീതിയിൽ ആണ് നാട്ടുകാർ കഴിയുന്നത് എന്ന വിവരം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, പറയൂ. അതെ, കടയത്തോട് എന്നുള്ള ചെറിയ ഗ്രാമം വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അലന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8:30 കൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. അലന്റെ സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ നാനാ തുറകളിലുള്ള ആളുകളൊക്കെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് വീട്ടിലേക്ക് എത്തുകയും അവസാനമായി ഒരു നോക്ക് കാണാനും വരുന്നത്. ഇപ്പോൾ അലനോടൊപ്പം തന്നെ വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു അമ്മ വിജിക്കും. അമ്മ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അപ്പോൾ അലിനെ ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് അവസാനമായി മകനെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം അമ്മ പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് അമ്മയെ എത്തിക്കുന്നത്. വിപിൻ സി വിജയനാണ് മുണ്ടൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.